ഹായ് ഗൈസ്. ഞാനിന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ഷവോമി എന്ന ബ്രാൻഡിൻ്റെ ഒരു ഗാർമെൻറ്റ് സ്റ്റീമറാണ്. ഞാനത് വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 മന്ത്സ് കഴിഞ്ഞു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആയിരിക്കും. നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു പ്രൊഡക്റ്റിന്. പവർ ഓൺ ഓഫിന് വേണ്ടിയിട്ട് നമുക്കൊരു LED ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് ഇവിടെ. ക്യാരി ചെയ്യാനുള്ളൊരു ഫീസിബിലിറ്റിക്ക് വേണ്ടി ഇത് ഫോൾഡ് ആൻഡ് അൺഫോൾഡ് ചെയ്യാൻ പറ്റും. അതും നല്ലൊരു ഫീച്ചറാണ്. ആൻഡ് ഈ ഒരു ബാക്ക് സൈഡിലെ പോർഷനിലാണ് വാട്ടർ ക്യാരേജ് അറ്റാച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റിംഗ് എലമെൻറ്റ് വരുന്നുണ്ട്. ഈ ഹോൾസിലൂടെയാണ് സ്റ്റീം പുറത്തേക്ക് വരുന്നത്. അതേപോലെ നമുക്കൊരു ബട്ടൺ കാണാം. അതിൻ്റെ താഴെയായിട്ട് ഷവോമിയുടെ ഒരു ബ്രാൻഡിങ്ങും വരുന്നുണ്ട്. ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീം വരും, റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ആകും. സ്പെഷ്യലായിട്ട് വേറൊരു ഓൺ ഓഫ് ബട്ടൺ ഇല്ല ഇതിന്. ആൻഡ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ. പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡാണ്. അറൗണ്ട് 800 ഗ്രാമാണ് പ്രൊഡക്റ്റിന് ടോട്ടൽ വെയിറ്റ് വരുന്നത്. ഇതാണ് വാട്ടർ ക്യാരേജ് വരുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 160 മില്ലി ലിറ്റർ ആണ്. വേറെ ഫിലിപ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കപ്പാസിറ്റി ഉണ്ട് ഇതിന്. ഇതിൽ വാട്ടർ ഫിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. സൈഡിലായിട്ടൊരു റബ്ബറിൻ്റെ ഒരു സീലും കാണാം. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഈ ഹോളിലൂടെ നമുക്ക് വാട്ടർ ഫിൽ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഫിൽ ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ലൊരു സീലിംഗ് ആണ്. വേറെ വാട്ടർ ലീക്കേജ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്കിതുവരെ. ഇതിൻ്റെ കേബിൾ ആൻഡ് പവർ കോഡ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അറൗണ്ട് 6 മീറ്ററോളം ലെങ്ത്തും വരുന്നുണ്ട്. വാട്ടർ ക്യാരേജ് അറ്റാച്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു സിമ്പിൾ ലോക്കിംഗ് മെക്കാനിസമാണ് ഇതിനുള്ളത്. ക്യാരേജിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു കട്ടിങ് കാണാം. അത് പ്രൊഡക്റ്റിൻ്റെ സെൻറ്ററിലുള്ള ഗ്യാപ്പിലേക്ക് പുഷ് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡ് ആവും. അതേപോലെ ഡിറ്റാച്ച് ചെയ്യാനാണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്വിസ്റ്റ് ചെയ്താൽ ലോക്ക് മാറും. എന്നിട്ട് പുൾ ചെയ്തെടുത്താൽ മതി. അതേപോലെ പ്രൊഡക്റ്റ് പ്ലഗ് ഇൻ ചെയ്ത് സ്വിച്ച് ഓൺ ആക്കിയാൽ നമുക്ക് ഒരു LED ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. പക്ഷേ ഹീറ്റ് ആയിട്ടുണ്ടാവില്ല. അതേപോലെ സ്റ്റീമും വരുന്നു തുടങ്ങിയിട്ടുണ്ടാവില്ല. നമുക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ ഹീറ്റിംഗ് എലമെൻറ്റ് ഹീറ്റ് ആവും. അതേപോലെ സ്റ്റീം പ്രോപ്പറായിട്ട് വന്നു തുടങ്ങും. ഞാനൊരു ഷർട്ട് ഹാങ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കാണിക്കാം. അത്യാവശ്യം വ്രിങ്കിൾസ് ഒക്കെ പോകുന്നുണ്ട്. നോർമൽ അയൺ ബോക്സിൻ്റെ അത്രയും പെർഫെക്ഷൻ ഉണ്ടായില്ലെങ്കിലും ബട്ട് അത്യാവശ്യം നമുക്കിത് യൂസ് ചെയ്യാം എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. അതേപോലെ ഡ്രസ്സിനും വലിയ ഡാമേജ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല.